നെടുങ്കണ്ടം എഴുകും വയലിൽ ഉരുൾപൊട്ടലിന് സമാനമായി ഭൂമി ഒലിച്ചുപോയി. ശക്തമായ മഴയെ തുടർന്ന് പുലർച്ചെയോടുകൂടിയാണ് സംഭവം. 1/2 കിലോമീറ്ററോളം ഭൂമി ഒലിച്ചുപോയി. 3 ഏക്കറിലധികം കൃഷിഭൂമി നശിച്ചു. മണ്ണൊലിച്ചു പോയതോടെ സമീപത്തെ റോഡും അപകടാവസ്ഥയിലായി. പുലർച്ചെയോടുകൂടിയാണ് സംഭവം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിൽ എഴുകുംവയൽ കുട്ടംകവല റോഡിന് സമീപം വെള്ളം ഒലിച്ചിറങ്ങി ഭൂമി പൂർണ്ണമായും ഇടിഞ്ഞു പോവുകയായിരുന്നു. 3 ഏക്കറിലധികം കൃഷിഭൂമിയാണ് ഒലിച്ചുപോയത്. കുറ്റിയാനിയിൽ സണ്ണി, ചെമ്മരപ്പള്ളി, അനീഷ് എന്നിവരുടെ കൃഷിഭൂമികളാണ് ഒലിച്ചുപോയത്. കുരുമുളക്, ഏലം, കാപ്പി തുടങ്ങിയ കൃഷികളാണ് നശിച്ചത്. ചെമ്മരപ്പള്ളിയിൽ അനീഷ് എന്നിവരുടെ 2 ഏക്കറിലധികം കാർഷിക ഭൂമി പൂർണ്ണമായി ഇടിഞ്ഞ് നശിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് കൃഷിയുണ്ടായിരുന്ന ഏലം, കുരുമുളക് മുതലായ കൃഷികൾ പൂർണ്ണമായും ഒഴുക്കിൽപ്പെട്ട് നാശനഷ്ടമുണ്ടായിരിക്കുകയാണ്. പ്രദേശത്ത് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും 2018 പ്രളയത്തിൽ ഒലിച്ചുപോയ കുട്ടൻകവല മലർവാടിപ്പടി റോഡിൻ്റെ സമീപത്തായിട്ടാണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത്. റോഡ് നിലവിൽ അപകടസ്ഥിതിയിലായിട്ടുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുമെങ്കിലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ നാട്ടുകാർ അടിയന്തരമായി ഇടപെട്ട് വഴി അടച്ചുവെക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി എഴുകുംവയൽ കുട്ടംകവല റോഡും അപകടാവസ്ഥയിലായി. 500 മീറ്റർ മാത്രം അകലെ മറ്റൊരു വീടും സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി വലിയ മണ്ണിടിച്ചിലായിരുന്നുവെങ്കിൽ ഈ വീടും അപകടത്തിൽപ്പെട്ടേനെ. 2018 വലിയൊരു പ്രളയത്തെ അതിജീവിച്ച ഒരു ജനതയാണിത്. ഒരു 50 മീറ്റർ അപ്പുറം തന്നെ തൊട്ടും അടുത്തൊരു വീടുണ്ടായിരുന്നു. വലിയൊരു പ്രതിസന്ധിയാണ് ഈ കൂടുതൽ മഴ പെയ്യുമ്പോൾ ഇവിടെ ഈ നാട്ടിലെ ജനപ്രവാസികളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം. ഇവിടുത്തെ ഒരു വഴി തന്നെ ഇനി സഞ്ചാരയോഗ്യമാണോ എന്നുള്ളൊരു ഭീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. അപ്പോൾ ആ രീതിയിൽ വലിയൊരു ഉരുൾപൊട്ടലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. 2018 ഇതിന് തൊട്ടടുത്ത് ഉരുൾപൊട്ടി വീട് സഹിതം നശിച്ചിരുന്നു. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കൃഷിനാശത്തിനടക്കം നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.